നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി ടൗണിലെ റോഡ് തകർച്ചാ വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ മുഹമ്മദ് മോഹ്സിൻ MLAയുടെ രൂക്ഷ വിമർശനം. താലൂക്ക് വികസന സമിതി യോഗത്തിലായിരുന്നു വിമർശനമുണ്ടായത്. ടൗണിലെ റോഡ് പൊളിച്ചുള്ള പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാനും ധാരണയായി. പട്ടാമ്പി ടൗണിലെ റോഡ് തകർച്ചയായിരുന്നു ശനിയാഴ്ച രാവിലെ ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ പ്രധാന ചർച്ചയായത്. നിലവിൽ ടൗണിലെ റോഡ് തകർച്ചയ്ക്കെതിരെ വലിയ ആക്ഷേപങ്ങളാണ് ഉയരുന്നത്. സമര പരിപാടികളും ഇതിനകം റോഡ് തകർച്ചയ്ക്കെതിരെ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു താലൂക്ക് വികസന സമിതി യോഗത്തിലും റോഡ് ചർച്ചയായത്. ഒരു രൂപത്തില് ഗതാഗതം സംഭവമാണ്. കുറെ കാലമായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും വർക്ക് നടക്കുന്നുണ്ട് എന്നല്ലാതെ ആ വർക്ക് നീങ്ങി മുമ്പോട്ട് പോകുന്നില്ല. ജനങ്ങൾ, പാലക്കാട്ടേക്കുള്ള ജനങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ പോകുന്നത്. അതുപോലെ അങ്ങാടിയിലെ കുഴികളും. പട്ടാമ്പി അങ്ങാടിയിലേക്ക് വരാൻ ആർക്കും ഒരു താല്പര്യമില്ല. വന്നു കഴിഞ്ഞാൽ അങ്ങാടിയിൽ ബ്ലോക്കായി, എപ്പോഴും ടൗണിൽ ബ്ലോക്കാണ്. അപ്പൊ ഇതിനെന്തെങ്കിലും പരിഹാരം അടുത്ത് കാണാനുള്ള എന്തെങ്കിലും മുൻകരുതലുണ്ടോ? അതിന്റെ വർക്കുകൾ നടക്കുന്നുണ്ടോ? റോഡ് തകർച്ചയ്ക്കും ഇതിലൂടെയുള്ള യാത്രാ ദുരിതത്തിനും കാരണം KCBയും വാട്ടർ അതോറിറ്റിയുമാണെന്ന് യോഗത്തിൽ മുഹമ്മദ് മോഹ്സിൻ MLA വിമർശിച്ചു. ഇരു വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനമാണ് MLA താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ചത്. KSEBയുടെ പോസ്റ്റ് മാറ്റി അലക്സ് വരെയുള്ളത് നിങ്ങൾ എന്താ മാറ്റാത്തത്? ബാക്കിയുള്ള എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ അതിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ. ഈ മഴക്കാലത്തിന് മുമ്പ് നമ്മൾ ടൗൺ നന്നാക്കാൻ കഴിയാതെ പോയത് KSEBയുടെ പോസ്റ്റ് മാറ്റലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മാറ്റലും രണ്ടും ഡിലേ ആയിട്ടല്ലേ അല്ലേ? എന്തുകൊണ്ടാണ് അതിപ്പോഴും കംപ്ലീറ്റ് ചെയ്യാത്തത്? അലക്സ് വരെയുള്ളത് ചെയ്യാനോ? പിന്നെയും നീട്ടിക്കൊണ്ടുപോകുന്നതിന്റെ കാരണം എന്താ? ഒറ്റ ദിവസം എന്ന് പറഞ്ഞാൽ കുറെ ദിവസമായിട്ട് നിങ്ങൾ ചോദിക്കുന്നതാണ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് പഴയതുപോലെ ഇപ്പൊ പുലാവന്തോള് മുതൽ പെരിന്തൽമണ്ണ വരെയുള്ളത് 100 കോടിയുടെ റോഡാണ്. പെരിന്തൽമണ്ണ അപ്പുറത്തേക്ക് പട്ടിക്കാട് വരെയുള്ള റോഡ് അത് ആ നിലവിലുള്ള വീതിയിൽ അങ്ങോട്ട് ചെയ്തു പോയിരുന്നു. അതേപോലെ ഈ റോഡും ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ വീതി കൂട്ടി നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചിന്ത നമ്മൾ ഉണ്ടാക്കി. നന്നായിട്ട് ചെയ്യണമെന്ന് കരുതി വീതി കൂട്ടി ചെയ്യാൻ പോയപ്പോൾ KSEB പോസ്റ്റ് സമയബന്ധിതമായിട്ട് മാറ്റുന്നില്ല, പണം കൊടുത്താലും മാറ്റുന്നില്ല. വാട്ടർ അതോറിറ്റി സമയബന്ധിതമായിട്ട് മാറ്റേണ്ടത് മാറ്റുന്നില്ല. ഇത് രണ്ടും ചെയ്യാതെ റോഡ് ചെയ്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ആക്സിഡന്റ് ആവും. ഇതല്ല അത് വൈകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനിയും പോസ്റ്റ് മാറ്റാൻ അനന്തമായി നീളുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്തെ ഒരു കാര്യം, റോഡുമായിട്ട് ബന്ധപ്പെട്ട് കുഴികൾ ടാർ ചെയ്ത് അടക്കാൻ പറ്റിച്ച് അടക്കുക, അതല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് പൊളിക്കുക. ജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ശരിയാണ്. റോഡങ്ങ് പൊളിച്ചിട്ട് ചെയ്യുക, പൂർത്തീകരിക്കാനുള്ളത് കുറച്ചധികം ദുരിതം ജനങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി അനന്തമായി നീട്ടുന്നതിൽ അർത്ഥമല്ല. റോഡ് KSEB ചെയ്താലും വേണ്ടില്ല, വാട്ടർ അതോറിറ്റി ചെയ്താലും വേണ്ടില്ല. വാട്ടർ അതോറിറ്റി മുനിസിപ്പാലിറ്റിയുടെ വെള്ളം ചിലപ്പോൾ നിൽക്കും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. റോഡ് ഇനി അനന്തമായിട്ട് നീട്ടാൻ പറ്റില്ല. റോഡ് പൊളിക്കുക, ചെയ്യുക. പൊളിക്കുന്ന സമയത്ത് കുറച്ച് പൊടി ഉണ്ടാവും, കുറച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ദുരിതം ഉണ്ടാവും, ഒക്കെ ശരിയാണ്. പുലാമന്തോൾ റോഡ് ദുരിതം ഉണ്ടായിരുന്നല്ലോ, പക്ഷെ അതൊക്കെ നമ്മൾ സോൾവ് ചെയ്തില്ലേ? അതേപോലെ തന്നെ ഇനി ചെയ്യുക എന്ന് പറയുന്നത് വേഗത്തിൽ തന്നെ മഴ പെയ്തോട്ടെ, റോഡങ്ങ് പൊളിക്കുക, GSP ഇടാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും യാത്ര പോണവർക്ക്. ഒരു കുഴപ്പമില്ല, സംഗതി പൂർത്തീകരിച്ച് റോഡ് നന്നാക്കി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. അത് പോസ്റ്റുകൾ മാറ്റി കൊടുക്കാനുള്ളത് വളരെ അടിയന്തരമായിട്ട് അലക്സ് വരെയുള്ളത് ചെയ്യുക. അലക്സ് വരെയുള്ള ഭാഗം പൊളിച്ചിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഫണ്ട് അനുവദിച്ചിട്ടും വൈദ്യുതി പോസ്റ്റും കുടിവെള്ള പൈപ്പുകളും മാറ്റി സ്ഥാപിക്കാത്തതാണ് ഇപ്പോഴത്തെ ദുരിതത്തിന് പ്രധാന കാരണമെന്നും MLA കൂട്ടിച്ചേർത്തു. അടുത്ത ദിവസം തന്നെ ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. ടൗണിലെ റോഡ് പൊളിച്ചുള്ള നവീകരണ പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കുവാനും യോഗം തീരുമാനിച്ചു. ജില്ലയിൽ നിപ്പ ഉൾപ്പെടെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ യോഗത്തിൽ അറിയിച്ചു. ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾക്കും ജാഗ്രത പുലർത്തണം. ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. താലൂക്കിലെ മറ്റു വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന, തഹസിൽദാർ TP കിഷോർ, മറ്റു ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 1000 സ്ക്രാപ്പ് യൂണിറ്റ് ഉണ്ടെങ്കിൽ ഒരു 50 എണ്ണത്തിനേ ഷെഡുള്ളൂ. ബാക്കി 950 ഷെഡില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് അവിടെയുള്ള മിക്ക ആളുകളും അവരുടെ വീടിന്റെ ചുറ്റും ഒരു 8 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അത് ലീസിന് കൊടുക്കുകയാണ്. ആ 8 സെന്റ് സ്ഥലത്ത് മുഴുവൻ ഈ സ്ക്രാപ്പിന്റെ സാധനങ്ങൾ അവിടെ ഡംപ് ചെയ്ത് വെക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ആ വീട്ടിലുള്ള ഒരാൾക്ക് ഡെങ്കു ഉണ്ടായി പോയാലും അവരത് നോക്കുന്നുമില്ല, ഞങ്ങളിത് ബാധിക്കുന്നുമില്ല. അത് കാരണം അത് നമ്മൾ ചെന്ന് പറയുമ്പോൾ അവർക്കൊരു തമാശയാണ്. നമ്മളത് അവർ തീരെ അത് ഗവനിക്കുന്നില്ല. അപ്പോൾ ഇത് ശാശ്വതമായിട്ട് ഈ പരിഹാരം വേണ പോലെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ
അത് നമ്മൾ ഒഴിവാക്കാൻ നമുക്ക് പറയാൻ ചിലപ്പോൾ സാധിക്കില്ല. പക്ഷെ ഷീറ്റ് ഇടണം എന്നുള്ളതൊരു കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകാതെ നമ്മൾ ഇപ്പൊ ഈ ഡെങ്കു ഔട്ട്ബ്രേക്ക് ഇപ്പോൾ 2023 അവിടെ 6 ഡെത്ത് എന്തോ നടന്നത്. ഇപ്രാവശ്യം നമുക്ക് ഏകദേശം ബ്ലോക്കിൽ ഇപ്പോൾ 648 കേസായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒറ്റ ഡെത്ത് ഉണ്ടായിട്ടില്ല. ചാലശ്ശേരി ഇപ്പോൾ ഓൾറെഡി 2 ഡെത്ത് ഉണ്ടായി. ക്ലാസ് മുറിയിലെ ചോർച്ച പരിഹരിക്കാൻ മേൽക്കൂരയ്ക്ക് മുകളിൽ കയറിയ തൊഴിലാളി കഴുക്കോൽ തകർന്ന് താഴെ വീണു. ആലൂർ AMUP സ്കൂളിലാണ് അപകടം നടന്നത്. അപകടത്തിൽ ആലൂർ സ്വദേശി സുരയ്ക്കാണ് പരിക്കേറ്റത്. ഉടൻ തന്നെ ഇയാളെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി സ്കൂളിലെ 2ാം ക്ലാസ് മുറിയിലെ ഭിത്തിയിൽ ചോർച്ച കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഓടുമേഞ്ഞ സ്കൂൾ കെട്ടിട മേൽക്കൂരയിൽ അറ്റകുറ്റപ്പണി നടത്താൻ അവധി ദിവസത്തിൽ തൊഴിലാളികളെ എത്തിച്ചത്. ചോർച്ച പരിഹരിക്കാൻ 2 തൊഴിലാളികളാണ് മേൽക്കൂരയിൽ കയറിയത്. അറ്റകുറ്റപ്പണി ചെയ്യുന്ന സമയത്ത് മേൽക്കൂരയുടെ കഴുക്കോൽ തകർന്ന് ഒരു തൊഴിലാളി താഴെ വീഴുകയായിരുന്നു. സഹജോലിക്കാരൻ സമീപത്ത് തൂങ്ങി നിന്നതിനാൽ താഴെ വീഴാതെ രക്ഷപ്പെട്ടു. നിലവിൽ ക്ലാസ് മുറിയുടെ മേൽക്കൂരയുടെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. തകർന്ന ഓടുകൾ ഉൾപ്പെടെയുള്ളവ ക്ലാസ് മുറിയിൽ ചിതറിക്കിടക്കുകയാണ്. തകർന്ന ഭാഗം ശരിയാക്കുന്നതുവരെ ക്ലാസ് പ്രവർത്തനം മുകൾ നിലയിലെ ഒഴിഞ്ഞുകിടക്കുന്ന ഹാളിലേക്ക് മാറ്റുമെന്ന് സ്കൂൾ പ്രധാനാധ്യാപിക റീന പറഞ്ഞു. ഇന്നിപ്പോൾ ഒഴിവ് ദിവസമായ കാരണേ അവിടെ ചെറിയ അറ്റകുറ്റപ്പണികൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2-3 പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ ഓടിൻ്റെ മുകളിൽ ഇരുന്നിട്ട് സിമെൻറ്റ് വെച്ച് ചെറിയൊരു ചോർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ആ ഭിത്തിക്ക്. അപ്പോൾ അവിടെ സിമെൻറ്റ് ചെയ്യായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയ്ക്ക് പെട്ടെന്ന് ആ ചുമരുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആ കഴുക്കോല് പൊട്ടിയിട്ട് ഇങ്ങോട്ട് ഈ പണി ചെയ്തിരുന്ന ഒരാൾ താഴത്തേക്ക് ചാടി, സൈഡിലേക്ക് ചാടി, പിന്നെ ഒരാൾ അവിടെ തൂങ്ങി നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അയാളേനെ അപ്പം തന്നെ എന്നിട്ട് നീറ്റ് നടന്നു മാറിയിരുന്നു. അവളെ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയത്. കൂടെ ഇപ്പോൾ നമ്മുടെ യൂണിയൻ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ വിവരം അറിഞ്ഞിരിക്കുന്നത്. ചോർച്ച മുന്നുണ്ടായിരുന്നു. ചോർച്ച ഇപ്പോൾ നമ്മൾ ബിൽഡിംഗ് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതായതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ മഴ ശക്തമായതോട് കൂടിയിട്ടേ അപ്പോൾ ആ ഓടിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറുകയോ എന്തോ ചെയ്ത് കഴുക്കോലിൻ്റെ അവിടെ മാറുകയോ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല ഒരു സൈഡിൽ കൂടെ അങ്ങനെ നന്നായിട്ടൊരു ചോർച്ച വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് തീർക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ 2 ദിവസം അവധിയായ കാരണം പണിക്കാരെ കിട്ടാത്തൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ദിവസമായിട്ട് അവർ വന്നിട്ട് തീർക്കാച്ചിട്ട് അവർ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2-3 പേര് ഇതായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. ഉള്ളൂ. അവർക്കും ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇവർ അറിഞ്ഞതിക്ക് വലിയ അപകടങ്ങളില്ല. അവരെ വീണ വീക്കിൽ കാലിനൊരു ചെറിയ തരിപ്പും പിന്നെ ചെറിയൊരു തലയുടെ ഭാഗത്തൊരു മുറിവൊന്നേ ഉള്ളൂ. പക്ഷേ എല്ലാ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. ചിയ്യാനൂരിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് രക്ഷപ്പെട്ട മോഷ്ടാവിനെ ചങ്ങരംകുളം പോലീസ് പിടികൂടി. കൊയിലാണ്ടി സ്വദേശി മാവേലിക്കണ്ടി 24 വയസ്സുള്ള സൂര്യനാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് ചിയ്യാനൂർ ചിറക്കുളത്തിന് സമീപം താമസിക്കുന്ന മുഹമ്മദ് കുട്ടിയുടെ സ്കൂട്ടർ എടുത്ത് പ്രതി കടന്നുകളഞ്ഞത്. പ്രദേശത്തെ CCTVയിൽ മോഷ്ടാവ് മുഖം മറച്ചു പിടിച്ച് സ്കൂട്ടർ ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അന്വേഷണത്തിൽ സംഭവ ദിവസം തന്നെ കോക്കൂരിൽ മറ്റൊരു ബൈക്ക് മോഷ്ടിക്കാൻ ഇയാൾ ശ്രമം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് മോഷ്ടാവിനെ തിരിച്ചറിയുകയായിരുന്നു. തുടർന്ന് മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മണിക്കൂറുകൾക്കകം തന്നെ എറണാകുളം കാക്കനാടെത്തി അന്വേഷണ സംഘം മോഷ്ടിച്ച ബൈക്ക് സഹിതം യുവാവിനെ പിടികൂടിയത്. കൊയിലാണ്ടി, ചോമ്പാല, പയ്യോളി തുടങ്ങി വിവിധ ജില്ലകളിൽ സമാനമായ കേസുകളുള്ള മോഷ്ടാവാണ് പിടിയിലായതെന്ന് CI പറഞ്ഞു. ചങ്ങരംകുളം CI ഷൈനിന്റെ നേതൃത്വത്തിൽ SI ആനന്ദ്, PRO പ്രജീഷ്, CPOമാരായ റിനീഷ്, അജിത് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പിടിയിലായ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വൈകിട്ട് പൊന്നാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. തൃത്താല ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ വിക്ടറി വൈബ്സ് എന്ന പേരിൽ നടത്തിയ ആദര പരിപാടി പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ തൃത്താല നിയോജക മണ്ഡലത്തിലെ SSLC, +2 ഫുൾ A+ ജേതാക്കൾ, LSS, USS വിജയികളും ഉൾപ്പെടെ 900 വിദ്യാർത്ഥികളെയും തൃത്താല മണ്ഡലത്തിലെ 100% വിജയം നേടിയ 9 വിദ്യാലയങ്ങളെയും ആദരിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ PM അസീസ് അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, തൃത്താല സഹകരണ ബാങ്ക് പ്രസിഡന്റ് KV മരക്കാർ, പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് P ബാലൻ, DCC സെക്രട്ടറിമാരായ ബാബു നാസർ, P മാധവദാസ്, INTUC സംസ്ഥാന സെക്രട്ടറി V അബ്ദുള്ളക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ നർത്തകി കീർത്തികയും സംഘവും അവതരിപ്പിച്ച നൃത്തശില്പവും അരങ്ങേറി. +2 LSS, VSS പരീക്ഷകളിൽ ഉജ്ജ്വലമായ വിജയം നേടിയ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാധാരണ ഈ പരിപാടികൾക്ക് പോകാൻ പാലക്കാടിന് പുറത്തെ പരിപാടികൾക്ക് ഇങ്ങനെ പോകാറേയില്ല. ആകെ പോകുന്നത് യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ മാത്രമാണ് പുറത്ത് പോകാറുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര ദൂരം തൃത്താലയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഈ
പുരസ്കാരത്തിൻ്റെ പേരാണ് അതിൻ്റെ കാരണം. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ മനുഷ്യനാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവത്തിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് UDFന്റെ പ്രതിഷേധം. പട്ടാമ്പി മേഖലയിലെ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിൽ കള്ളം പറഞ്ഞ് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ച് പാവപ്പെട്ട യുവതിയുടെ മരണത്തിന് കാരണക്കാരിയായ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് UDF കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊപ്പത്തെ പ്രതിഷേധ പ്രകടനം നടത്തിയത്. തുടർന്ന് പ്രതിഷേധ യോഗവും നടന്നു. DCC സെക്രട്ടറി കമ്മുക്കുട്ടിയെടുത്തോൾ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ T. റിയാസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ AP രാമദാസ്, T. കുഞ്ഞാപ്പ ഹാജി, TK ഷുക്കൂർ, CP മുസ്തഫ, രവി സരോവരം, MT വഹാബ്, MN ചന്ദ്രൻ, AK അനീഫ, മനോജ് മേൽമുറി, KV ഷംസുദ്ദീൻ, വിശാഖ് ബി നായർ, മുസ്തഫ കല്ലിങ്ങൽ, C. മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി. മരിക്കാനിടയായത് അവിടെ വീണ ജോർജ് മന്ത്രിയും ദാസൻ മന്ത്രിയും വന്നുകൊണ്ട് മാത്രമാണ്. അവർ വന്നു പറഞ്ഞു ഇവിടെ ഒരു കുഴപ്പമില്ല, രണ്ടുപേർക്ക് പരിക്ക് മാത്രമേ ഉള്ളൂ. അവർ ആ പ്രസ്താവന നമ്മുടെ രാജ്യം മുഴുവൻ കണ്ടതാണ്. ആ ഒരു പ്രസ്താവന പേരിൽ അവിടെ തെരച്ചിൽ നടത്തിയത്. ബഹുമാനപ്പെട്ട നമ്മുടെ MLA ചാൻഡ്യൂപ്പൽ വന്നിട്ട് അവിടെ പറയുകയാണ് തിരയണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഒരു തെരച്ചിൽ നടന്നത്. അപ്പോൾ ഈ ഒരു ഹിന്ദുവിൻ്റെ മരണം ശരിക്കും സർക്കാരിൻ്റെ ഒരു കൊലപാതകമായിട്ടാണ് ജനം കാണുന്നത്. ഇത്രയും വൃത്തികെട്ടൊരു മന്ത്രിയെയും ഒരു ഭരണകൂടത്തെ നമ്മൾ കണ്ടിട്ടില്ല. 2 ദിവസം മുമ്പ് അറിയാം ഡോക്ടർ ആരിസിൻ്റെ ഒരു പ്രസ്താവന, ഒരു കാര്യവും നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ല, മെഡിക്കൽ കോളേജിൽ ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ ഒരു വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവിടെയാണ് ഇത്ര പ്രസ്താവന വന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ആരോഗ്യവകുപ്പ് ഇവിടെ ആകെ തറുമാറായി നടക്കുക. നമ്പർ 1 കേരളം, നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറയുമ്പോൾ തന്നെ നാളെ രാവിലെ നമ്മുടെ മുഖ്യമന്ത്രി ചികിത്സക്കായിട്ട് അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് നമ്പർ 1 ബാധകമല്ല, ആരോഗ്യവകുപ്പിന് ബാധകമല്ല. ഒരു വീമ്പടക്കുക എന്നല്ലാതെ ഒരു കാര്യവും ചെയ്യാതെ വീമ്പടക്കി നടക്കുന്ന ഈ സർക്കാരിൻ്റെ ഈ ചെയ്തികൾക്കെതിരെ UDFും അതോടൊപ്പം തന്നെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് പോരാടുകയാണ്. ഈ പോരാട്ടം ഒരു തുടക്കം മാത്രമാണ്. മന്ത്രി വീണ ജോർജ് രാജിവെച്ചുകൊണ്ട് മാന്യമായ രൂപത്തിൽ രാജിവെച്ചുകൊണ്ട് സഹകരിക്കണം. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പട്ടാമ്പിയിൽ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. വിടുപ്പുകേടിൽ കേന്ദ്രമാക്കി ഇത് നാണക്കേട്. ആരോഗ്യവകുപ്പിനെ ആളെക്കൊല്ലും വകുപ്പാക്കി മാറ്റിയ മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വെൽഫെയർ പാർട്ടി പട്ടാമ്പിൽ പ്രതിഷേധ സംഗമം ഒരുക്കിയത്. മണ്ഡലം പ്രസിഡന്റ് ഷമീർ മനക്കത്തൊടി, സെക്രട്ടറി KP ഹമീദ്, ഷക്കീല കരിങ്ങനാട്, റിയാസ് പട്ടാമ്പി, KS സലാം, K റഷീദ് എന്നിവർ പ്രതിഷേധ സംഗമത്തിന് നേതൃത്വം നൽകി. രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു. യുവാവിനെ സഹായിക്കാൻ നാട്ടുകാർ രംഗത്തിറങ്ങി. തൃത്താല പഞ്ചായത്തിലെ ഞാങ്ങാട്ടിരി മാട്ടായ കുണ്ടിൽ പീടികയിൽ സിദ്ദീഖ് മകൻ 25 വയസ്സുള്ള റഹൂഫ് രക്താർബുദം ബാധിച്ച് തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലാണ്. കടം വാങ്ങിയ മറ്റു വീട്ടുകാർ ഇതിനകം വൻതുക ചികിത്സയ്ക്ക് ചെലവഴിച്ചു കഴിഞ്ഞതിനാൽ കുടുംബം സാമ്പത്തികമായി പ്രയാസത്തിലാണ്. ഇനിയും 15 ലക്ഷം രൂപ കൂടി ചികിത്സയ്ക്ക് ആവശ്യമാണ്. ഈ സാഹചര്യത്തിലാണ് യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ നാട്ടുകാർ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ഉദാരമതികളുടെ സഹായം തേടുന്നത്. അബ്ദുൾ സമദ് സമദാനി MP, മന്ത്രിയും തൃത്താല MLAയുമായ MP രാജേഷ്, തദ്ദേശ സാരഥികൾ അടങ്ങുന്ന രക്ഷാധികാര സമിതിയും KM ഫസലുൽ ഹക്ക്, VB ബിജോയ്, KP മൊയ്തുണ്ണി എന്നിവരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതിയും രൂപീകരിച്ചു. യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാവുന്ന വിധം എല്ലാവരും സഹായിക്കണമെന്ന് ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടാനുള്ള പോരാട്ടത്തിനൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്തം കൂടി പെൻഷൻകാർ ഏറ്റെടുക്കണമെന്ന് MP അബ്ദുൾ സമദ് സമദാനി MP അഭിപ്രായപ്പെട്ടു. KSSPA തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കുടുംബസംഗമവും ചങ്ങമ്പുഴ ഗണ്ഡകാവ്യ പുരസ്കാര ജേതാവ് ഉഷ കുമ്പിടിക്കുള്ള അനുമോദന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് P. ഇബ്രാഹിംകുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ CV ബാലചന്ദ്രൻ, KV മരക്കാർ, PV മുഹമ്മദ് അലി, P. ബാലൻ, P. ബാലകൃഷ്ണൻ,
പി പോൾ, കെ പി റഷീദ്, കെ മൂസക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. വി കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും പി വി നാരായണൻ നന്ദിയും പറഞ്ഞു. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പെൻഷനേഴ്സ് അസോസിയേഷൻ സംഘടനയെ ഞാൻ ആദ്യമായി ആദരപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ സേവനമനുഷ്ഠിച്ചവരുടെ സംഘടനയാണിത്. മുതിർന്നവരുടെ സംഘടനയാണ്. എൽഡേഴ്സ്, മുതിർന്നവരെ ബഹുമാനിക്കുക എന്നുള്ളത് സംസ്കാരത്തിൻ്റെ അനുപേക്ഷണീയമായിട്ടുള്ള കർത്തവ്യമാണ്, ഭാഗമാണ്. ആ നിലയിൽ തന്നെ സംഘാടകരെ, സദസ്സിനെ, ഇവിടെ എത്തിയിട്ടുള്ള ഈ മഹത്തായ സംഘടനയിലെ മുഴുവൻ അംഗങ്ങളെ, KSSPAയുടെ മുഴുവൻ അംഗങ്ങളെ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ്റെ കുമരനെല്ലൂർ കള്ളിക്കുന്ന് റോഡിന് സമീപം ജൽജീവൻ മിഷന്റെ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. നേരത്തെ അറ്റകുറ്റപ്പണി നടത്തി കുഴി നികത്താതെ പോയ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും ചോർച്ച തുടങ്ങിയത്. ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇതുവരെയും പരിഹാരമായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതോടെ നിളയേറെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.